പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രംപിൻ്റെ ചില വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഓടി നടന്ന് ചില കരാറുകൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും പുട്ടിനുമായിട്ട്, വ്ളാഡിമിർ പുട്ടിനുമായിട്ടൊക്കെ കരാറുകൾ ഉണ്ടാക്കുന്നു. ഓടി നടന്ന് ധാരാളം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ? വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില ദൈവിക അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഉത്തരദേശം ദക്ഷിണദേശം എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 25-ാം വചനമാണ്. 25 ശക്തിയും ധൈര്യവും ഉണർന്ന് അവൻ ഒരു മഹാസൈന്യമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. അപ്പോൾ ഉത്തരദേശം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരദേശം എന്ന് പറയുന്നത് റഷ്യയുടെ ആ രാഷ്ട്രങ്ങളുമാണ് ഉത്തരദേശം. ദക്ഷിണദേശം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങളുമാണ്. അതോടൊപ്പമാണ് ദക്ഷിണദേശം എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുമായി കൊടുത്തു വരും. ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തമായൊരു സൈന്യത്തോടും കൂടെ അവനെ നേരിടും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവായ റഷ്യയും അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും വരുമ്പോൾ ദക്ഷിണദേശത്തെ രാജാവായ ഇസ്രായേലും അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും കൂടി അവനെ നേരിടും എന്ന് പറയുകയാണ്. എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ തന്നെ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരദേശവും ദക്ഷിണദേശവുമായിട്ട് വരുന്ന ഈ രണ്ട് സൈനിക വ്യൂഹങ്ങൾ വരുമ്പോൾ ദക്ഷിണദേശത്തെ രാജാവിനോട് ചേർന്ന് വരുന്ന രാഷ്ട്രത്തിലെ പ്രധാന രാജാവായ ആ സൈനിക വ്യൂഹത്തിലെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ സഖ്യരാഷ്ട്രവുമായിട്ട് വരുന്ന ആ ദക്ഷിണദേശത്തെ രാജാവിനെ ചതിപ്രയോഗം മൂലം നശിപ്പിക്കും എന്ന് പറയുകയാണ്. അവിടെ എന്തായിരിക്കുന്നത്? എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഉത്തരദേശത്തെ രാജാവ് വലിയ സൈനിക സന്നാഹമായിട്ട് ഗോഗിൻ്റെ ടീമിനെ പോലെ, വലിയ പർവ്വതം പോലെ, ലക്ഷക്കണക്കിന് ചിലപ്പോൾ കോടിക്കണക്കിനുള്ള സൈനിക വ്യൂഹമായിട്ട് വരുമ്പോൾ ദക്ഷിണദേശത്തെ രാജാവായ ഇസ്രായേൽ അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾ വരുന്നു. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവിനെ അവൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവർ തന്നെ ചതിക്കുമെന്നും ആ ചതി മൂലം ദക്ഷിണദേശത്തെ രാജാവിന് പിടിച്ചേൽക്കാൻ കഴിയുകയുമില്ല എന്ന സത്യം ഇവിടെ എഴുതപ്പെട്ടു, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ചില ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് ഡൊണാൾഡ് ട്രംപ് പുട്ടിൻ്റെ അടുത്ത് പോയിട്ട് സഖ്യമുണ്ടാക്കുന്നത് പോലെ സംസാരിക്കുന്നു, യുദ്ധങ്ങളൊക്കെ ശാന്തമാക്കുന്നു, സെലൻസ്കിയെ എന്തൊക്കെയോ പറഞ്ഞ് വശീകരിച്ച് ശാന്തമാക്കിയോടെ വയ്ക്കുന്നു. ഇങ്ങനെ ചില സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുകയാണ്. ഇവിടെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചിന്തകളെന്ന് പറയുന്നത്, അദ്ദേഹം വലിയ രാജാവാണ്, വലിയ ശക്തനാണ്, അദ്ദേഹത്തിന് കീഴിൽ ധാരാളം ശക്തിയുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദക്ഷിണദേശത്തെ രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ തന്നെ അദ്ദേഹത്തെ ചതിക്കുമെന്നും ആ ചതിയുടെ ഫലമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അവനൊരു പരാജയത്തിലേക്ക് പോകുമെന്നും വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഇത്തരം അനർഹമായ, ഇതൊന്നും ശരിക്കുമുള്ളൊരു ആത്മീയ റൂട്ടോ ശരിയായ റൂട്ടിലോ ഉള്ള ചില സഖ്യങ്ങളോ കാഴ്ചപ്പാടുകളോ കൂട്ടുകെട്ടുകളോ അല്ല. ഇതൊക്കെ പെട്ടെന്ന് തന്ത്രപരമായിട്ട് ചില ശക്തി, ഞങ്ങൾ വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ടീമാണെന്നൊക്കെ തോന്നിപ്പിക്കത്തക്ക രീതിയിൽ സംവിധാനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പലതും ട്രംപിൻ്റെ ആശയങ്ങളിൽ യോജിക്കാത്തതും വിയോജിച്ച് നിൽക്കുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ നാടുകടത്തലുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയുടെ ഒരു വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പശ്ചാത്തലം വെച്ചു പുലർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഏത് വിധേനയും ഇവരെ ചതിക്കുക, ഏത് വിധേനയും ഇവരെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരും എന്നുള്ളത് കർത്താവ് 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവർ തന്നെ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ഈ രണ്ട് രാജാക്കന്മാരുടെ മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. അപ്പോൾ രണ്ട് രാജാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ഉത്തരദേശവും ദക്ഷിണദേശവുമാണ്. ആ രണ്ട് രാജാക്കന്മാരുടെയും യഥാർത്ഥ സത്യം, യഥാർത്ഥ ദൈവാത്മാവ് പ്രേരിച്ചിട്ടല്ല, അതെല്ലാം എന്തായിട്ട് വരും? ഈ രണ്ട് രാജാക്കന്മാർ മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. അപ്പം നന്മയല്ല ഉദ്ദേശിക്കുന്നത്.
രണ്ടുപേരും പരസ്പരം ചതിക്കണം, രണ്ടുപേരും പരസ്പരം തോൽപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവരടുത്തടുത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചതി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ, വലിയ സൈനിക സന്നാഹം ഒക്കെ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2027, 2030, 2033 കാലഘട്ടങ്ങൾ വളരെ ഭയാനകമായ ലോകം കാത്തിരിക്കുന്ന ആണവ ആയുധങ്ങളുടെ യുദ്ധങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങുന്ന കാലഘട്ടങ്ങളാണ്. അത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഉത്തരദേശവും ദക്ഷിണദേശത്തുമുള്ള രാജാക്കന്മാരായ, അതായത് ഇന്ന് ഗവൺമെൻറ് എന്ന് പറയും, അന്ന് രാജാക്കന്മാർ, ഇന്നത്തെ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ചൈന, റഷ്യ, അങ്ങനെ ഒരു സഖ്യരാഷ്ട്രം, ഇസ്രായേൽ, പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള സഖ്യരാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതോടനുബന്ധിച്ച് റഷ്യയും അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും അതോടൊപ്പം ഇസ്രായേലും അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ഇന്ത്യയൊക്കെ മറ്റൊരു സൈനിക ശക്തിയായിട്ട് വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ പുറപ്പാടാണ്? ഇതെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തെ ഒരുക്കിയെടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും സംഭാഷണങ്ങൾ നടത്തി ക്രമീകരിച്ചെടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. എന്നാൽ ഇങ്ങനെ ക്രമീകരിച്ചെടുത്തുകൊണ്ട് തന്നെ ഇവർ വരികയും ചതിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അതിൻ്റെ ഫലമായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനിക വ്യൂഹവും ജനങ്ങളും മരിക്കുന്നതായിട്ട് കഥാവ് പറയാണ്. അതുകൊണ്ട് അവൻ്റെ മേശയിൽ നിന്ന് ബഷീർ തന്നെ നശിപ്പിക്കും, അവൻ്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ ചതി വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇപ്പോൾ വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെ കരാറുകളോ സഖ്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്ക മുന്നോട്ട് പോയാലും അമേരിക്ക സുപ്രഭാതത്തിൽ ചതിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ലോകം അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ, നമ്മൾ ഒരുങ്ങിക്കൊള്ളുക. അനേകർ മരിച്ചു വീഴുമെങ്കിൽ ആ രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മരണത്തിൻ്റെ ഒരു കെട്ട് അഴിച്ചുവിടുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ മുദ്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനടുത്ത് വന്നിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് സമാധാനം, അവർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ കൽപ്പന കൊടുക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ മുദ്ര 12 അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇവരെ വരാൻ പോകുന്നത് ഈ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനാൽ നമുക്ക് ഒരുങ്ങാം. നമുക്ക് യേശുവിൻ്റെ വരവിനായിട്ട്, യേശുവിൻ്റെ വരവിന് മുമ്പ് നടക്കുന്ന എല്ലാ ലക്ഷണങ്ങളുടെയും, യുദ്ധത്തിൻ്റെ ലക്ഷണം, ഭൂകമ്പത്തിൻ്റെ ലക്ഷണം, അമിതമായ ചൂട്, നീതിയില്ലാത്ത സ്ഥലങ്ങൾ, അനേകം കൊല, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ഇതെല്ലാം ഇങ്ങനെ വർദ്ധിച്ച് വന്ന് അവസാനം ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്നതാണ് സോദോം ഗോമോറ. ലോകം മുഴുവനും ഒരു ഗോമോറയായി, സോദോം ഗോമോറയായിട്ട് പ്രത്യക്ഷപ്പെടുകയും അത് മുഴുവൻ ലോകത്ത് വ്യാപിക്കുകയും ചെയ്ത് മനുഷ്യൻ്റെ കണ്ണ് അന്ധമായി പോകുന്നൊരവസ്ഥ, മനുഷ്യൻ്റെ വിശ്വാസം, വിശുദ്ധി, ജ്ഞാനം, വിവേകം, നീതി എന്നീ സദ്മൂല്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്തുകൊണ്ട് സോദോം ഗോമോറ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ലോകം മുഴുവനും അശുദ്ധിയാണ്. ലോകം മുഴുവൻ വിശ്വാസത്യാഗം സംഭവിച്ചു കഴിഞ്ഞു. വിശുദ്ധി, വിശ്വാസം, നീതി, സത്യസന്ധത, വിവാഹം, അതിൻ്റെ കൗതാശിക തലങ്ങൾ, ഇതിനോടൊന്നും മനുഷ്യന് വിലയും താല്പര്യമില്ലാത്ത വിധം നാശവും അതിൻ്റെ നാശത്തിലേക്ക് പോകുമ്പോൾ ഈ ചതിപ്രയോഗവും ഈ മരണവും ആസന്നമാകുകയാണ്. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം ഞാൻ ഒരിക്കൽ കൂടി എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം. ആ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ ധ്യാനിച്ചൊരുങ്ങണം, എങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങണം, എങ്ങനെ വിശുദ്ധിയിലേക്ക് വളരണം, എങ്ങനെ ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നിൽക്കണം, എപ്പോൾ മരിച്ചാലും ക്രിസ്തുവിന് കൂടെ സ്വർഗത്തിലേക്ക് എടുക്കത്തക്ക രീതിയിൽ മാറ്റപ്പെടേണ്ട രീതിയിൽ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. അതിനപ്പുറം സഹോദരങ്ങളെ, വെളിപാട് 22:14 ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് വീക്ഷിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. പ്രിയപ്പെട്ടവരെ, ധ്യാന സെൻ്ററുകളിലേക്ക് മനുഷ്യർ ഓടിക്കൂടുക, എത്രയും പെട്ടെന്ന് പാപമേത് തിന്മയേതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായി ശക്തമായി കുമ്പസാരത്തിൽ ഏർപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് മനുഷ്യൻ രൂപാന്തരപ്പെടുവാനുള്ള ഇനിയൊരു മാനസാന്തരം മനുഷ്യന് ആവശ്യമില്ല, ഇനിയൊരു പശ്ചാത്താപം മനുഷ്യന് ആവശ്യമില്ല, ഇനിയൊരു അനുതാപം മനുഷ്യന് ആവശ്യമില്ല. രൂപാന്തരീകരണമാണ് മനുഷ്യന് ആവശ്യമുള്ളത്. രൂപാന്തരീകരണത്തിന് ഇത് മൂന്നും അത്യന്താപേക്ഷിതവുമാണ്. ഒന്നുകൊണ്ട് മാത്രം നമുക്ക്, അതായത് ഒരു അനുതാപം കൊണ്ട്, കേവലം ഒരു അനുതാപം, അതുപോലെ താൽക്കാലികമായ ഒരു പാപത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത മാത്രം, ഒരു ചിന്ത കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അനുതാപം, പശ്ചാത്താപം, മാനസാന്തരം, രൂപാന്തരീകരണം, അങ്ങനെ വലിയ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനും ജീവിതവും ആത്മാവും നാശത്തിലേക്ക് പോകുമെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇനി കല്ലംകുളം ധ്യാന സെൻ്ററിലാണെങ്കിലും അടുത്ത മാസം മാർച്ച് മാസം 21, 22, 23 തീയതികളിൽ അവിടെ ധ്യാനമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഇടവകയിൽ ആവശ്യപ്പെട്ടാൽ
ഞങ്ങളുടെ ടീം ഇപ്പോൾ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ജോസ് പുളിക്കോട്ടിൽ എന്ന് പറയുന്ന ഒരു ബുദ്ധൻ്റെ കൂടെ ആണ് ഇപ്പോൾ ധ്യാനം കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ധ്യാനം ബുക്ക് ചെയ്താൽ നിങ്ങളുടെ ഏത് സ്ഥലത്ത് വന്നും അദ്ദേഹത്തിൻ്റെ ടീമുകൾ, അദ്ദേഹത്തിൻ്റെ വൈദികരുടെ കൂട്ടത്തിൽ ധ്യാന ടീമുകളുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് പോകുന്നൊരു ധ്യാന ടീമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ ഇടവകയിൽ വന്ന് ധ്യാനിച്ചു ചെയ്യാൻ തയ്യാറായ ടീമാണ് അവരുള്ളത്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിശുദ്ധി കൊണ്ട് ഒരുങ്ങുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി യാചിക്കുക, അതിനുവേണ്ടി ഉപവാസവും പ്രാർത്ഥനയും ചെയ്യുക. ആധുനിക ലോകത്തിലെ ഈ ജഡമോഹത്തിൻ്റെ അശുദ്ധ മേഖലയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ, കാതുകളെ, ഇന്ദ്രിയങ്ങളെ പറിച്ചു മാറ്റുക. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, യേശു ക്രിസ്തു മാത്രം അടിസ്ഥാനപ്പെടുക, യേശുവിന് മാത്രം ചിന്തിക്കുക. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെട്ടെ. അതിനായി കർത്താവായ യേശു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.